ആദ്യം അഡ്വക്കേറ്റ് ജെ ആർ പത്മകുമാറിലേക്കാണ്. അഡ്വക്കേറ്റ് ജെ ആർ പത്മകുമാർ, ഈ സംഭവം നടന്ന് നമ്മൾ ദിവസങ്ങൾക്കുള്ളിൽ കാണുകയാണ്. വളരെ കൃത്യമായി CPMന്റെ ഇടപെടൽ, സർക്കാരിൻ്റെ ഇടപെടൽ, ഈ പ്രതികളെയൊക്കെ എങ്ങനെയും രക്ഷിച്ചെടുക്കുക എന്നത്. ഒടുവിൽ സുപ്രീം കോടതി വരെ ആ സഹായഹസ്തം നീളുകയാണ്. അതിൽ നിന്നും പൊടിച്ചത് സംസ്ഥാന ഖജനാവിലെ പണമാണ്, നമ്മുടെ പണമാണ്. എന്തായിരുന്നു ഇത്തരത്തിൽ ഈ കൊലയാളി സംഘത്തെ രക്ഷപ്പെടുത്താൻ CPM കാണിച്ച വ്യഗ്രതയ്ക്ക് പിന്നിലുള്ളത്? വളരെ വ്യക്തമാണല്ലോ. സമാനതകളില്ലാത്ത ഒരു സംഭവമാണ് കേരളത്തിൽ ഈ പെരിയയിലുണ്ടായിട്ടുള്ളത്. നിരവധി രാഷ്ട്രീയ കൊലപാതകങ്ങളും അക്രമങ്ങളൊക്കെ സാക്ഷ്യം വഹിച്ചിട്ടുള്ളൊരു നാടാണ് കേരളം. അതുകൊണ്ട് അതിൽ നിന്ന് ഈ പെരിയ സംഭവത്തെ വ്യത്യസ്തമാക്കുന്നത് ഒരു ഭരണകൂടത്തെ പിന്തുണയ്ക്കുന്ന ആളുകളാണ് ഇതിൽ പ്രതികളാകുന്നത്. ആ പ്രതികളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഗവൺമെൻറ് ഔദ്യോഗിക തലത്തിൽ അവരുടെ അധികാരം ദുർവിനിയോഗം ചെയ്യുന്നു എന്നുള്ളതാണ് മറ്റ് രാഷ്ട്രീയ അക്രമങ്ങളോ കൊലപാതകങ്ങളോ നിന്നും വ്യത്യസ്തമാക്കുന്ന ഒരു സംഭവം പെരിയയിൽ ഉണ്ടായിട്ടുള്ളത്. ഒരു ഗവൺമെൻറ്റിൻ്റെ ഭരണഘടന തൊട്ട് സത്യം ചെയ്ത് അധികാരത്തിലേറിയ ഒരു ഗവൺമെൻറ്റിൻ്റെ പ്രാഥമികമായ ഡ്യൂട്ടി എന്ന് പറയുന്നത്, ചുമതല എന്ന് പറയുന്നത്, ഇവിടുത്തെ പൗരന്മാരുടെ അവരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കുക എന്നുള്ളതാണ്. ഇത്തരം സംഭവങ്ങളുണ്ടാകുമ്പോൾ അതിൻ്റെ വാദിസ്ഥാനത്ത് നിൽക്കേണ്ട ആളുകൾ എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ്റാണ്. ആ ഗവൺമെൻറ്റാണ് ഈ വ്യക്തികൾക്ക്, പൗരന്മാർക്ക് എതിരായിട്ടുള്ള അക്രമങ്ങളും അനീതികളും ഉണ്ടാകുമ്പോൾ അവർക്ക് നീതി ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ട്, ആ പൗരന്മാരുടെ അവകാശം സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് നീതി നിർവഹണം നടത്തുന്നത്. അത് നിയമപരമായിട്ട് ഫോഴ്സിനുപയോഗിച്ചായാലും അതല്ലെങ്കിൽ നിയമ സഹായം നേടിക്കൊടുക്കേണ്ട നീതിന്യായ വ്യവസ്ഥയുടെ ഭാഗമായിട്ടായാലും അതിന് നിലനിൽക്കേണ്ടത്, ആ ന്യായത്തിൻ്റെ, പൗരൻ്റെ മൗലിക അവകാശങ്ങളുടെ ഭാഗത്ത് നിൽക്കേണ്ടത് സംസ്ഥാന ഗവൺമെൻറ്റാണ്. നിർഭാഗ്യവശാൽ ഈ സംഭവവുമായി നമ്മൾ വിലയിരുത്തുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ഗവൺമെൻറ് അക്രമികളുടെ ഭാഗത്ത് നിന്നുകൊണ്ട് അവരെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് പൊതുഖജനാവിലെ രൂപ, നമ്മുടെ സമ്പത്ത് വിനിയോഗിക്കുന്നു എന്ന് പറയുന്നത് ഭരണഘടനാ ലംഘനമാണ്, അത്യന്തം പ്രതിഷേധകരമാണ്, ജനാധിപത്യ വിരുദ്ധമായ നടപടിയാണ് ഈ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൽ അധികാരത്തിൽ വന്നിട്ടുള്ളപ്പോൾ എല്ലാം തന്നെ നമ്മൾ വിലയിരുത്തി നോക്കിയാൽ ഇത്തരം ഒരു നിലപാട് തന്നെയാണ് സ്വീകരിച്ചത്. മറിച്ച് ജനാധിപത്യപരമായി ഭരണഘടനാപരമായി ഒരു നിലപാട് അവരിൽ നിന്ന് നമുക്കൊരിക്കലും പ്രതീക്ഷിക്കാൻ കഴിയില്ല. അതിൻ്റെ വലിയ ഉദാഹരണം തന്നെയാണ് പെരിയയിൽ ഉണ്ടായിട്ടുള്ളത്. ഗവൺമെൻറ് അന്വേഷണ ഉദ്യോഗസ്ഥന്മാരോട് അല്ലെങ്കിൽ പ്രോസിക്യൂഷനോടൊപ്പം നിൽക്കേണ്ടത് നമുക്ക് ഇതിൽ ഈ സംഭവമായി വിലയിരുത്തുമെന്നറിയാം. പ്രതികൾക്ക് വേണ്ടി അവരെ നമുക്കറിയാമല്ലോ, അന്വേഷണം കൊലപാതകം നടന്നു, അത് കഴിഞ്ഞ് അന്വേഷണം മുന്നോട്ട് പോയി. അന്ന് നിലവിലുള്ള പോലീസ് സംവിധാനം പ്രധാന പ്രതികളിലേക്ക് എത്തുന്ന സാഹചര്യം ഉണ്ടായപ്പോൾ അതിന് നേതൃത്വം കൊടുത്തുകൊണ്ടിരുന്ന SP മുഹമ്മദ് റഫീഖിനെ മാറ്റി, അത് കഴിഞ്ഞതിന് ശേഷം അതിലെ CIയും DYSP ഒക്കെ മാറ്റി പ്രധാന പ്രതികളിലേക്ക് നമ്മുടെ ഈ പ്രധാന പ്രതികളിലേക്ക് അന്വേഷണം എത്താതിരിക്കാനുള്ള ശ്രമങ്ങളും തുടക്കം മുതൽ. അതിനുശേഷമാണ് നീതിക്ക് വേണ്ടിയിട്ട് കുടുംബം ഈ ഗവൺമെൻറ്റിൽ നിന്ന്, ഭരണകൂടത്തിൽ നിന്ന് നീതി കിട്ടില്ല എന്ന് ബോധ്യമായതിൻ്റെ അടിസ്ഥാനത്തിൽ കോടതിയെ സമീപിക്കുന്നത്. ആ കോടതിയെ സമീപിക്കുമ്പോൾ അതിനെതിരായി ഒരു കാരണവശാലും ആ കുടുംബത്തിന് നീതി കിട്ടരുത് എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഗവൺമെൻറ് ഇടപെടുകയും നമ്മുടെ കോടതിയിൽ സിംഗിൾ ബെഞ്ചിന് മുമ്പാകെ പ്രതികൾക്ക് വേണ്ടിയിട്ട് നടപടി വാദിക്കുകയൊക്കെ ചെയ്തിട്ട്, എന്നിട്ടും കോടതി ഈ വാദികൾക്ക് നീതി വേണം, ആ കുടുംബത്തിന് നീതി വേണം എന്ന് പറഞ്ഞുകൊണ്ട് വിധി പ്രഖ്യാപിക്കുമ്പോൾ അതിനെതിരായി അപ്പീൽ കൊടുക്കുന്നതിന് ഗവൺമെൻറ് മുന്നോട്ട് വരും. ഒരിക്കലും ഗവൺമെൻറ് അങ്ങനെ ചെയ്യാൻ പാടില്ലാത്തതാണ്. കോടതി പ്രതികൾക്ക് വേണ്ടിയല്ല ഗവൺമെൻറ് നിൽക്കേണ്ടത്. ഞാൻ തുടക്കത്തിലേ പറഞ്ഞു, വാദിക്ക് വേണ്ടിയിട്ടാണ്, ആ പൗരന്മാരുടെ നീതിക്ക് വേണ്ടിയിട്ടാണ് നിൽക്കേണ്ടത്. അപ്പോൾ അപ്പീൽ പോകുന്നതിന് വേണ്ടിയിട്ട് ഗവൺമെൻറ് ഡിവിഷൻ ബെഞ്ചിൽ പോയി അവിടെയും പരാജയം ഏറ്റുവാങ്ങി. അതിനുശേഷം സുപ്രീം കോടതിയിൽ പോയി നമ്മുടെ ധനം, നമ്മുടെ സമ്പത്ത്
നികുതിപ്പണം എല്ലാം വിനിയോഗം ചെയ്തതിന് ശേഷം നേരെ വിരുദ്ധമായൊരു വിധിയുണ്ടായി. ഗവൺമെൻറ് ചെയ്യേണ്ട കടമ നിർവഹിക്കാൻ അവർ മുതിർന്നില്ല. പക്ഷേ നമ്മുടെ നീതിപീഠം ഈ കുടുംബത്തിനോടൊപ്പം നിൽക്കുകയും CBI അന്വേഷണം വേണം അതിന് സ്വീകരിക്കുകയും ചെയ്തു. പക്ഷേ പരമോന്നത നീതിപീഠം കോടതി, നമ്മുടെ സുപ്രീം കോടതി തന്നെ CBI അന്വേഷണം ഉത്തരവിട്ടിട്ടും ആ CBIക്ക് അന്ന് അന്വേഷണത്തിൻ്റെ ചുമതല ഉണ്ടായിരുന്ന ക്രൈംബ്രാഞ്ച് യാതൊരു രേഖയും കൊടുക്കാതെ അതിനെയും അവിടെ നിയമത്തിൻ്റെ പഴുതുപയോഗിച്ചുകൊണ്ട് തന്നെ നീതി നിർവഹണത്തെ അട്ടിമറിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തി. അവസാനം അതും പരാജയപ്പെട്ടു. ശക്തമായ നിലപാട് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നും CBIയുടെ ഭാഗത്തുനിന്നും ഉണ്ടായതിൻ്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം മുന്നോട്ട് പോയി. ആ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് പല പ്രമുഖ നേതാക്കന്മാരെയും ഈ അന്വേഷണ പരിധിയിലെത്തി കൊണ്ടുചെന്നെത്തിക്കുന്നതിനും ഇപ്പോൾ അവരെല്ലാം കുറ്റക്കാരാണ് എന്ന് കോടതി പ്രാഥമികമായി വിലയിരുത്തുന്നതിൻ്റെ അവസരമുണ്ടാക്കിയത് എന്ന് ഈ അവസരത്തിൽ സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. മറിച്ചൊരു ഗവൺമെൻറ്റാണ് കേന്ദ്രത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ, നമ്മുടെ കേരളത്തിൽ ഞാൻ പിന്നീട് പറയാം, മറിച്ചൊരു ഗവൺമെൻറ് ആയിരുന്നു കേന്ദ്രത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ ഈ കുടുംബത്തിന് നീതി കിട്ടില്ല എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്.